ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോട്ടൺ സാരി വെച്ച് സിമ്പിളായിട്ടുള്ള ഒരു കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്കിലൊരു സിമ്പിൾ പാറ്റേൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ് 4 മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ഇഞ്ചിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ടാണ് നമ്മളിനി മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. സൈഡ് സ്ലിറ്റ് വരുന്ന ടോപ്പാണിത്. മീഡിയം സൈസിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. മെഷർമെൻറ്റൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്ക് ആം ഹോളും ഒരു 1/2 ഇഞ്ച് വിട്ട് സെപ്പറേറ്റ് മാർക്ക് ചെയ്തെടുക്കാം. അതേപോലെ 2 ഇഞ്ചസ് നമുക്ക് സീം അലവൻസും കൊടുക്കാം. സ്ലിറ്റിൻ്റെ അവിടെ മാത്രം ഞാൻ 1 ഇഞ്ചാണ് സീം അലവൻസ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പോയിൻ്റൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കിംഗ് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് സാരിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരി ഇവിടെ ഞാൻ 2 ഫോൾഡ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മേലെയായിട്ട് ലൈനിങ് വെച്ച് കൊടുത്ത ശേഷം അതേ മെഷർമെൻറ്റിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫാബ്രിക് ഇവിടെ 4 മടക്കി വെച്ചിട്ടാണ് ഉള്ളത്. അതിനുശേഷം നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് എനിക്ക് വേണ്ടത് 13 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ എടുക്കുന്നത്. അപ്പം 15 ഇഞ്ചസ് ആണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ശേഷം ഏറ്റവും മേലെ നിന്ന് ഞാൻ 3 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ആ ഒരു പോയിന്റിലേക്ക് എൻ്റെ ആം ഹോളിൻ്റെ ഹാഫ്, അതായത് 6.25 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഇഞ്ച് സീം അലവൻസിനും. പിന്നെ സ്ലീവ് റൗണ്ട് വരുന്നത് 8.5 ആണ്. അപ്പോൾ ഞാനിവിടെ 4.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് സീം അലവൻസും. ഇനി ആ 2 പോയിൻറ്റും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ലൈനിങ്ങിൻ്റെ ഏറ്റവും താഴെ ഭാഗം നമുക്ക് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഫ്രണ്ട് പാർട്ടാണ് ഞാനിവിടെ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുത്ത് അതിൻ്റെ റോങ് സൈഡിലായിട്ട് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ലൈനിങ് നമ്മൾ വെച്ച് കൊടുത്ത ശേഷം ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ നെക്ക് കട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് ഒന്ന് ഹാഫായിട്ട് മടക്കി വെക്കണം. നല്ല നീറ്റാക്കി മടക്കി വെച്ച ശേഷം നമുക്കിതിലേക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 14 ഇഞ്ചാണ് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ആ താഴെ ഭാഗത്തുനിന്ന് ഒരു 1.25 ഇഞ്ച് വൈഡ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് വൈഡ് എങ്ങനെയാണെന്ന് നോക്കാം. നെക്ക് വൈഡ് ഞാൻ എങ്ങനെയാണ് മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ നോർമലി എത്രയാണോ വെക്കുന്നത് അതിനേക്കാളും 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ആണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 1 ഇഞ്ചിൻ്റെ സ്ട്രാപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കട്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പം ഷോൾഡറൊക്കെ വീതിയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി വൈഡ് വെച്ച് അതേപോലെ തന്നെ സ്ട്രാപ്പ് വീതി കൂട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഈ പോയിൻ്റ് ഒന്ന് വരച്ച് കൊടുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് നിവർത്തി വെച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് കിട്ടുക. ഇനി ഇതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്ട്രാപ്പ് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 ഇഞ്ച് വീതിയിലും 2 സ്ട്രാപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 2.5 ഇഞ്ച് എടുത്തിരിക്കുന്നത് ഞാനിത് ഹാഫായി മടക്കിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ 1.25 ഇഞ്ചാണ് അതിൻ്റെ സ്ട്രാപ്പിൻ്റെ വീതി കിട്ടുക. അതിൽ 1/4 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോവും. അപ്പോൾ നമുക്ക് 1 ഇഞ്ചിൻ്റെ സ്ട്രാപ്പ് അവിടെ കിട്ടും. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ മടക്കി വെച്ച സ്ട്രാപ്പ് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്തായിട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ താഴെ ഭാഗത്തെ കോർണറിന് ഒരു 1/4 ഇഞ്ച് താഴോട്ടായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഈ 2 കോർണറിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും തിരിച്ചിട്ട് നല്ല വശം തന്നെ വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ സ്ട്രാപ്പ് ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം.
അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ നമുക്ക് ഈ 2 സ്ട്രാപ്പും ഉള്ളിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നീറ്റാക്കി വെച്ച ശേഷം നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നോർമൽ നെക്കിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു പീസ് കട്ട് ചെയ്ത് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് അവിടെ വരെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് ചെയ്യാം. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണിപ്പം. നെക്ക് വൈഡ് ഞാനൊരു 3.25 ഇഞ്ചാണ് വെക്കുന്നത്. ഇറക്കം ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതൊരു ബോക്സ് ആക്കി എടുത്ത ശേഷം നമുക്ക് നെക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ലൈനിങ് പീസ് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ റോങ് സൈഡിലായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ നെക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് റൗണ്ടിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ റൗണ്ട് പോർഷനിലുള്ളതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് സൈഡിൻ്റെ നല്ല വശത്ത് നമ്മുടെ ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല നീറ്റായി വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് എടുത്തിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ മേലെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ 2 ഷോൾഡറും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ലീവിൻ്റെ അറ്റം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത ബോഡി പാർട്ടിലേക്ക് നമ്മളിനി സ്ലീവ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൽ ലൈനിങ് ഫുള്ളായി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നല്ല വശത്തേക്കായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്ലീവിൻ്റെ നല്ല വശം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് വരുന്നിടത്ത് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ പാർട്ട് വെച്ച് 2 സൈഡിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്ലീവും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബോഡി മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും നല്ല വശങ്ങൾ ചേർത്ത് വെക്കാം. അത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബോഡി മെഷർമെൻറ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പോയിൻറ്റിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്ലിറ്റാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 2 സൈഡും നമുക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഏറ്റവും ബോട്ടം വശത്തും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് റെഡി.